നമസ്കാരം. സൂത്രവാക്യം സംവിധാനം ചെയ്തിരിക്കുന്നത് യൂജിൻ ജോസ് ചിറമ്മേലാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു തെലുങ്ക് പ്രൊഡക്ഷൻ ഹൗസാണ്, സിനിമാ ബണ്ടി പ്രൊഡക്ഷൻസ്. പ്രൊഡ്യൂസറുടെ പേര് ശ്രീകാന്ത് കണ്ട്രകുലാണ്. ഈ സിനിമയെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഒരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം വിൻസി അലോഷ്യസ്, ഷൈൻ ടോം ചാക്കയെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ളൊരു പരാമർശവും അങ്ങനെ അതിൻ്റെ പേരിലൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ട്രെയിലർ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. കണ്ട സമയത്തൊരു ക്രൈം ത്രില്ലർ പരിപാടിയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വിൻസി ആണെങ്കിലും ഷൈൻ ടോം, അതുപോലെ ദീപക് പറമ്പിൽ, ഇങ്ങനെ 3 പേര് വളരെയധികം ഫെമിലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് അത്യാവശ്യം കൊള്ളാവുന്നൊരു സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ ഭയങ്കര ക്ഷീണമാണ്. കാരണം സിനിമയിലെ സംവിധാനം വളരെ ഇമ്മച്വറാണ്. അതുപോലെ പെർഫോമൻസസ്, ഈ മെയിനായിട്ടുള്ള 3 പേര് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. വിൻസിക്കൊന്നും അങ്ങനെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഷൈൻ ടോം ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു പോലീസ് ഓഫീസറുടെ റോളാണ്. CI ക്രിസ്റ്റോ സേവിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ദീപക് ഉണ്ട്. ദെൻ ഇവരൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ അതല്ലാതെ വന്നിട്ടുള്ള ഒരുപാട് കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ദയനീയമാണ്. വേറൊരു ലേഡി കൂടി ഉണ്ട്, അവരെയും ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അവരൊന്നും കുഴപ്പമില്ല. പക്ഷേ അല്ലാതെയുള്ള പുതിയ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട്. ഒരു വണ്ടി മറിഞ്ഞ മാതിരിയുള്ള ടീമുണ്ട്. പക്ഷേ അവരുടെയൊക്കെ പെർഫോമൻസ് വളരെ ഇമ്മച്വറാണ്. അതുപോലെ തന്നെ സിനിമയുടെ മേക്കിംഗ് ഒട്ടും എൻഗേജിങ് അല്ല. അതുപോലെ എന്താ പറയുക, ഈ ഒരു ക്രൈം പരിപാടിയാണ് ഈ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്നുള്ളത്. അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആണ് ഇതിൻ്റെ മേക്കിംഗ് പരിപാടിയൊക്കെ. കാരണം ലൊക്കേഷൻസും പരിപാടികളൊക്കെ നമുക്ക് ഒട്ടും ക്ലാരിറ്റി ഇല്ല ഇതിനകത്ത്. അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ സിനിമ ഒരു എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല. ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് സ്കൂൾ കുട്ടികളും ദെൻ കുറച്ച് പോലീസുകാരും തമ്മിലുള്ള കണക്ഷനാണ്. അത് കണക്ട് ചെയ്ത് വരുന്നത് തന്നെ ഒട്ടും കൺവിൻസിങ് അല്ലാത്തൊരു രീതിയാണ്. കാരണം സ്കൂളിൻ്റെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷൻ, അവിടെ എന്തോ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നൊരു കുട്ടി, പിന്നെ തുടർന്ന് എന്താ പറയുക, കുറേ കുട്ടികൾ അവിടെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി വരുന്നു. അപ്പോൾ പോലീസുകാരുടെ ഒരു മെയിൻ പരിപാടി ട്യൂഷൻ എടുക്കൽ. എസ്പെഷ്യലി ഷൈൻ ടോമിൻ്റെ കഥാപാത്രം ഈ കുട്ടികൾക്ക് മാത്സിൻ്റെ ട്യൂഷൻ എടുക്കുന്ന പരിപാടി. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ ഉള്ള പരിപാടി. പിന്നെ ആ സ്കൂൾ കുട്ടികളുടെ പിറകെയാണ് ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്രൈം, ദെൻ പിന്നെ അങ്ങനെ അന്വേഷണവും പരിപാടിയൊക്കെയാണ്. പക്ഷേ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാരണം ഈ സിനിമ മേക്ക് ചെയ്ത് തന്നെ ഡയറക്ഷനിൽ തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം പറ്റിയത്. എഴുത്തൊന്നും വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല കാസ്റ്റിങ്ങും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു മേക്കിംഗ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നി. പക്ഷേ ഡയറക്ഷൻ അറിയാത്തത് കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ പുതിയ ആളുകളെയൊക്കെ അഭിനയിപ്പിച്ചെടുക്കുമ്പോൾ അത്രയും ടാലൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടർക്ക് മാത്രമാണ് ഈ പുതിയ ആളുകളെ വെച്ചിട്ട് സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ പറഞ്ഞ പുതുമുഖങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമറ ഫിയറൊക്കെ ഉള്ള ഒരു നമുക്ക് അങ്ങനെ തോന്നും സിനിമ പെർഫോമൻസ് കാണുന്ന സമയത്ത്. ത്രില്ലറുകളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ അങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പുതിയ ആൾക്കാരുടെ സിനിമകളൊക്കെ അങ്ങനെ വർക്കായി വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഒരു രസം കൊല്ലി സിനിമ, ഒട്ടും എൻഗേജിങ് അല്ലാത്ത. പക്ഷേ എനിക്കിതിനകത്ത് പോസിറ്റീവായിട്ട് തോന്നിയത് ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ്. പൊതുവേ പുള്ളി റീസെൻ്റ് ആയിട്ടുള്ള പല പടങ്ങളിലും പുള്ളിയുടെ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ പേരിൽ ഇവിടെ പെർഫോമൻസ് വളരെ, എസ്പെഷ്യലി ഡബ്ബിംഗ് ഒക്കെ ഭയങ്കര ക്ഷീണമാവാറുണ്ട്. പക്ഷേ ഇതിനകത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമ കാണുന്ന സമയത്ത്. കാരണം വേറെ ഒരുപാട് എൻഗേജിങ് പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ പുള്ളി അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വിൻസിക്ക് അങ്ങനെ ഒരു പെർഫോമൻസ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നൊരു പരിപാടിയല്ല. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ടെക്നിക്കലി ആണെങ്കിലും വേറെ കൃത്യമായിട്ട് തന്നെ ഒന്നും മികച്ചതായിട്ട് തോന്നിയില്ല. എഴുത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കാസ്റ്റിങ്ങിലും അതുപോലെ തന്നെ സിനിമ സംവിധാനം ചെയ്ത രീതിയിലൊക്കെ ഭയങ്കര പിഴവുകളുണ്ട്. ആ പിഴവുകളാണ് ഈ സിനിമയ്ക്കകത്ത് മുഴച്ചു നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാത്തൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടത്.